നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ വിധവാ പെൻഷൻ സ്കീമിലും അവിവാഹിത പെൻഷൻ സ്കീമിലും ആനുകൂല്യം വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. ബാക്കി വരുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ അറിയിപ്പ് വന്നിട്ടുള്ളത് വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിലും ആനുകൂല്യം വാങ്ങുന്നവർക്കാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതിൽ താഴെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണോ അവിടെ സമർപ്പിക്കേണ്ട ഒരു സമയമാണ് വന്നിട്ടുള്ളത്. ഈ ഡിസംബർ മാസം 30-ാം തീയതിക്ക് മുൻപൊക്കെ ഇത് സമർപ്പിക്കണമെന്നാണ് പല മേഖലകളിലും അറിയിപ്പ് വന്നിട്ടുള്ളത്. നമ്മുടെ സമയമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ ആധാർ, റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളുമൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന ഇപ്പോൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതി കൊണ്ടുവരുന്നു. ഈസി കിച്ചൺ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതി അടുക്കള നവീകരണത്തിന് വേണ്ടി 75,000 രൂപ ഒരു വീട്ടമ്മയ്ക്ക് ലഭിക്കുന്ന പദ്ധതിയാണ്. പഞ്ചായത്ത് തലങ്ങളിലൊക്കെയാണ് പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്. കോർപ്പറേഷൻ തലത്തിലും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി തലങ്ങളിലും സ്കീമുകൾ ഉണ്ടാകും. നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വരുമാനത്തെയും അതോടൊപ്പം തന്നെ സാമ്പത്തിക നിലയുമൊക്കെ ആശ്രയിച്ചാണ് എത്രത്തോളം പേർക്ക് തുക അനുവദിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. സാമ്പത്തികം കുറഞ്ഞ അതോടൊപ്പം തന്നെ BPL റേഷൻ കാർഡൊക്കെ ഉള്ള സ്ത്രീകൾക്കായിരിക്കും ഇതിൽ മുൻഗണന ലഭിക്കുക. നിലവിൽ അടുക്കളയിൽ ടൈൽ പാകുന്നതിന്, അതോടൊപ്പം തന്നെ കിച്ചൺ കബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സിങ്ക്, അതോടൊപ്പം തന്നെ പ്ലംബിംഗ് വർക്കുകൾ, ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ പോലുള്ള വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധനസഹായമായിട്ടായിരിക്കും ഇവിടെ തുക അനുവദിക്കുന്നത്. 75,000 രൂപ ഒരു വീടിന് എന്ന രീതിയിലായിരിക്കും ഇവിടെ ക്രമീകരണം ലഭിക്കുന്നത്. അപേക്ഷയും മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളുമൊക്കെ വളരെ വൈകാതെ വരുന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴി വിവിധ കമ്പനികളുടെ ക്രിസ്മസ് ഓഫർ 6,000 രൂപ അല്ലെങ്കിൽ നിശ്ചിത തുക എന്ന രീതിയിൽ വിവിധ ലിങ്കുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പലരും ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലുലു മാളിൻ്റെ പ്രത്യേക സഹായം 6,000 രൂപ ഓഫർ എന്ന രീതിയിലും അറിയിപ്പുകൾ വന്നിരുന്നു. ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ നിശ്ചിത എണ്ണം ആളുകൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആനുകൂല്യം ക്ലെയിം ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടിലേക്ക് പണം എത്തും എന്ന രീതിയിലൊക്കെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് മെസ്സേജുകൾ വരുന്നത്. തട്ടിപ്പ് സംഘങ്ങൾ നമ്മളുടെ പേഴ്സണൽ ഡേറ്റ കൈക്കലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അറിയിപ്പുകൾ കണ്ടാൽ ഇത് ഷെയർ ചെയ്യാതിരിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ ഈടില്ലാതെ നൽകുന്ന കാർഷിക ലോൺ പദ്ധതിയായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി ഇനി ഈടില്ലാതെ 2 ലക്ഷം എന്ന രീതിയിലേക്ക് സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് 2025 ജനുവരി മാസം മുതലായിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരിക. മുൻപിത് 1,60,000 രൂപയായിരുന്നു. 3 ലക്ഷം രൂപ വരെയാണ് ഇവിടെ ആനുകൂല്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ലഭിക്കുന്നത് കൊണ്ട് തന്നെ 4% മാത്രമാണ് ഈ ലോണിന് വാർഷിക പലിശ നിരക്ക്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.